സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും പഠിപ്പിച്ച സ്നേഹം തന്നെ സ്നേഹത്തിന്റെ പ്രകടനമായ ചുമ്മനം കൊണ്ട് ഒറ്റക്കൊട്ടവൻ ഇവൻ 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 നാസിക് ഭരണകൂടത്തിന്റെ അധിപൻ. ഇരുളഴിഞ്ഞ മുറികളിലെ ഗ്യാസ് ചാമ്പറുകളെ മനുഷ്യരിൽ നിലനിൽപ്പിക്കാതെ കുറി നിർത്തിയവൻ ഇവൻ ഇവൻ ഇവൻ. ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. നിങ്ങൾ പറയുന്ന ആളൊന്നുമല്ല. നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. 3 വയസ്സ് പ്രായമുള്ള സ്വന്തം സഹോദരനെ പീഡിപ്പിച്ചത്. അത് മാത്രമല്ല, പണത്തിന് വേണ്ടി സ്വന്തം സുഹൃത്തിന്റെ തലക്കടിച്ചു കൊന്ന ആ ചെറുപ്പക്കാരൻ. ഇവനെയാണ് ക്രൂശിക്കേണ്ടത്, ഇവനാണ് ശിക്ഷിക്കേണ്ടത്. പറ, നിങ്ങൾ തന്നെ പറ. ഇവൻ നമ്മുടെ അഭിമാനമല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാടെ കേരളത്തിന്റെ യശസ്സുന്ന ഇവനെ കൊണ്ട് ചെറുപ്പക്കാരൻ ഇവനാണ് ക്രൂശിക്കേണ്ടത്, ഇവനാണ് ശിക്ഷിക്കേണ്ടത്. പറ. നാട്ടിക്കൂട്ടം നേരി വായിക്കുക, ഇവനെ വിട്ടയക്കുക, ഇവനെ വിട്ടയക്കുക, ഇവനെ വിട്ടയക്കുക. എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് നാട്ടുകൂട്ടത്തോടെ ചോദിക്കാം. ഇവനെ നാട്ടുകൂട്ടത്തിന് മുന്നിൽ ഹാജരാക്കൂ. സ്വന്തം സഹോദരനെ പീഡിപ്പിച്ച കോടി കുറ്റവാളിയാണ് ഇവൻ. ഇവരെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവരെ ക്രൂശിക്കുക, ഇവരെ ക്രൂശിക്കുക, ഇവരെ ക്രൂശിക്കുക. സത്യവും നീതിയും എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവരെന്താണ് പറയാനുള്ളതെന്ന് കൂടെ കേൾക്കാം. പറയൂ സുഹൃത്തെ. പാലൂട്ടിയ മാതൃത്വത്തിൽ സത്യമുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. മാതാവ് ഉണ്ടായിരുന്നിട്ട് മാതൃസ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വില കൂടിയ ചമയങ്ങളോടായിരുന്നു അമ്മയ്ക്കെന്നും ഭ്രമം. കണ്ണിൽ കാണുന്ന വൃത്തികെട്ട സീരിയലുകൾ അത് അമ്മയ്ക്ക് എന്നെക്കാളും വലുതായിരുന്നു. അമ്മ മകൾക്കെതിരായും മകൾ അമ്മയ്ക്കെതിരായും തിരിയുന്ന, അച്ഛൻ മകനെതിരായും മകൻ അച്ഛനെതിരായും വൃത്തികെട്ട സീരിയലുകൾ. അവിടെ ഒരു മകൻ, അവിടെ ബന്ധങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അച്ഛന്റെ വിരൽത്തുമ്പ് പിടിച്ചു നടക്കുന്ന ഒരു ബാല്യം, അത് ഞാനും സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അച്ഛന് വരുന്നത് അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും മാത്രമായിരുന്നു. അവിടെ ബന്ധങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? വളർന്നൊരു യുവാവായപ്പോൾ ഞാനും തേടിപ്പോയി. അവർ പോയ അതേ വഴികളിലൂടെ മദ്യവും പണവും എല്ലാം എന്റെ സ്ഥിരയിലായിരുന്നു ആടിയപ്പോൾ ഇന്റർനെറ്റിലും നഗ്നചിത്രങ്ങളുടെ ഒരു മായ ലോകം തന്നെ ഞാൻ തീർത്തു. അവിടെ അമ്മയെന്നോ സഹോദരിയെന്നോ ഇല്ല. പിന്നെ ബന്ധങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഞാൻ നൽകേണ്ടത്? എന്ത് പ്രസക്തി? ഈ ചെറുപ്പക്കാരൻ പറയുന്നത് യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നു. ആരവിടെ? ഇവന്റെ മാതാപിതാക്കളെ ഹാജരാക്കൂ. ഇവൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ? അതെ, ഈ കുരുത്തം കെട്ടവൻ ഞങ്ങളുടെ മകൻ തന്നെ. ഇവൻ കാരണം എനിക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന പേര് നഷ്ടപ്പെട്ടു. 3 വയസ്സ് പ്രായമുള്ള സ്വന്തം വേണ്ട, എന്നെ കൊണ്ടും പറയിപ്പിക്കണ്ട. താങ്കൾ ഒരു സമ്പന്നനല്ലേ? അതെ, ഞാനൊരു സമ്പന്നൻ തന്നെയാണ്. ആർക്ക് വേണ്ടി? എന്റെ മകന് വേണ്ടി. എന്നിട്ട് ഈ വൃത്തികെട്ടവൻ ചെയ്തതോ?
നിന്റെ മതിലുകൾ ഞാൻ വികസിപ്പിക്കും. വിവരമില്ലാത്ത ജനങ്ങളെ, നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ചതിയുടെ വിത്തിനെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. പണ്ടും അതങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ. നിങ്ങൾക്കായി ഞാനൊരു പഴം തന്നപ്പോൾ നിങ്ങൾ അത് മേടിച്ച് ഭക്ഷിച്ചു. ഇന്നും ഞാൻ നിങ്ങളിലേക്ക് കുറേയേറെ പഴങ്ങൾ നിക്ഷേപിക്കുന്നു. അതിനെ നിങ്ങൾ വാട്സപ്പ് എന്നും ഫേസ്ബുക്ക് എന്നും മതവർഗീയതയെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്നും വിശേഷിപ്പിക്കുന്നു. മണ്ടന്മാരായ മനുഷ്യർ. അയ്യോ തട്ടിപ്പോയെന്നാ തോന്നുന്നത്. അങ്ങോട്ട് 20 കിട്ടി നിനക്കോ? അതെന്താ? ഓ ഇങ്ങനെ സമയത്ത് എന്തായാലും മഴയൊക്കെ തന്നെ ഫ്രഷായില്ലേ? അതാ മാത്രം. ഹലോ ടീന, നിന്റെ നഗ്നചിത്രങ്ങൾ വാട്സപ്പിലൂടെ പരക്കുകയാണ്. എനിക്ക് നിങ്ങളത് ആവശ്യമായി. എനിക്ക് ആവശ്യമില്ല. ഓടി. ഞാൻ ഇനി എന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ എങ്ങനെ നോക്കും? ഇല്ല, എനിക്കിനി ഈ ലോകത്തിൽ ജീവിക്കേണ്ട. അമ്മേ, അവന്റെ ഒരു അടുത്ത ഇന്നും കുടിച്ചോണ്ടാണോ മനുഷ്യ വന്നിരിക്കുന്നത്? അടുത്തൊരുണ്ടോ വിചാരമുണ്ടോ? അതെങ്ങനാ കുഴിച്ച് മൂക്കത്തെ കേട്ടല്ലേ വരുന്നത്? പോകാണ്ടാവട്ടെ മനുഷ്യ. നിങ്ങളോടാ ഞാൻ പറയുന്നത്. അഹങ്കാരി തെക്കുത്തരം പറയുന്നു. മദ്യപിശാചിന്റെ കെണിയിൽ വീണ് മോഹങ്ങളെല്ലാം തകർന്നു വീണു. പ്രത്യാശയോടിതാ നോക്കുന്നു ചുറ്റും. ആരുണ്ടിവർക്ക് തുണയേകുവാനായി, ആരുണ്ടിവർക്ക് തുണയേകുവാനായി. കണ്ടില്ലേ ഒരു കുടുംബം ശിഥിലമാകുന്ന കാഴ്ച? ഇന്നീ കൊച്ചു കേരളത്തിൽ ഞാനില്ലാതെ ഒരു ആഘോഷവുമില്ല. ജനനത്തിനും മരണത്തിനും ഞാനും വേണം. എന്നെ സ്ഥിരമായി ഉപയോഗിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനമായിരിക്കും ഈ കാണുന്ന കുടുംബകലഹവും കരൾ രോഗവും. എന്തായിരിക്കാം ഇവരുടെ അവസ്ഥയ്ക്ക് കാരണം? കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലായ്മ, അതാണ് ഇതിനൊക്കെ കാരണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സംഭാഷണമില്ലായ്മ,
സ്നേഹത്തോടെ ഒന്നിച്ച് മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥനയോ? അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. അതിനെവിടെ സമയം? സൂര്യൻ പടിഞ്ഞാട്ട് പോയാൽ തന്നെ തുടങ്ങിയല്ലേ സീരിയൽ പ്രാർത്ഥന. അതിനിടയിൽ പ്രാർത്ഥിക്കാൻ എവിടെയാ സമയം? നാട്ടുകൂട്ടം നീതി പാലിക്കുക. ആരെയാണ് ഞാൻ വിധിക്കേണ്ടത്? സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ പോയ ഈ പിതാവിനെയോ, അതോ ദുഷ്ട സീരിയലിന്റെ പുറകെ പോയ ഈ മാതാവിനെയോ, അതോ ഈ വഴിത്താരയിൽ ബലാത്കാരം പോയ പാപത്തിന്റെ പടുകുഴി വീണ ഈ മകനെയോ? അങ്ങയുടെ വിധിക്കെയാണ് ഞങ്ങൾ കാതോർക്കുന്നത്. ഞങ്ങളുടെ ഈ മകൻ ശിക്ഷയ്ക്ക് അർഹനാണ്. ഇല്ല, എനിക്ക് ഇതിൽ വിധിക്കാൻ സാധിക്കില്ല. കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാമും ഈ സമൂഹവും ഇവിടെ കുറ്റക്കാരാവുന്നു. വിധി അതിവിടെ അവസാനിക്കുന്നില്ല. വിധികർത്താക്കളും കുറ്റവാളികളും സാക്ഷികളും എല്ലാം മാറി മാറി വരും. എങ്കിലും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുകയില്ല, മാറില്ല. ഇത് മാറണമെങ്കിൽ മനുഷ്യൻ തന്റെ തെറ്റിദ്ധാരണകളും കുറ്റബോധങ്ങളും എല്ലാം മാറ്റണം. ദൈവം തന്റെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും സ്വർഗത്തിൽ നിന്നും നൽകിയാലും അത് എന്ത് ചെയ്യണമെന്ന് പോലും മനുഷ്യൻ അറിയില്ല. അതറിയണമെങ്കിൽ ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ: പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന.